പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇന്ന് ശ്വസന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആണ് പഠിക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആസനങ്ങൾ ഏതൊക്കെയാണ്? ഒരു 3 ആസനമുണ്ട്. ശ്വാസകോശങ്ങളിൽ വരുന്ന കുഴപ്പങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ ശരീരം ഒരു സിസ്റ്റമാറ്റിക് ബോഡിയാണ്. 12 വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് ശ്വസന വ്യവസ്ഥ. നമ്മുടെ പ്രാണൻ നിലനിർത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള പിന്നെ ഒരു വ്യവസ്ഥയാണ് ശ്വസന വ്യവസ്ഥ. നമുക്കറിയാം, നമുക്ക് ഒരു ദിവസം 1 മിനിറ്റിൽ 14 അല്ല 16 തവണയാണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത്, ഉച്ഛ്വാസം നടത്തുന്നതില്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം 23,000 തവണയാണ് നമ്മൾ ഉച്ഛ്വാസം നടത്തുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് രോഗങ്ങളായിട്ട് മാറും. ഉള്ളിലേക്ക് പോകുന്നത് ഓക്സിജനാണ്. ഉള്ളിൽ നമുക്കറിയാം, ശ്വാസകോശങ്ങളിൽ 5 അറകളാണ് ഉള്ളത്. വലതുവശം 3, ഇടതുവശം 2. ഇതിനുള്ളിൽ ഏതാണ്ട് 3000 ദശലക്ഷം ചെറുതും വലുതുമായിട്ടുള്ള അറകളുണ്ട്. അവിടെയാണ് ഈ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. ഇതിനെ നമുക്ക് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിനെ ഡയലൂട്ട് ചെയ്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വ്യവസ്ഥയാണ് ശ്വസന വ്യവസ്ഥ. ഇതിൽ എന്തെങ്കിലും കുറവുകൾ വരുവാണെങ്കിൽ നമുക്ക് രോഗങ്ങളായിട്ട് മാറും, അല്ലേ. അപ്പം ശ്വാസകോശങ്ങൾ സംബന്ധമായിട്ടുള്ള ശ്വസന വ്യവസ്ഥയിൽ നമുക്ക് ചെയ്യേണ്ട ആസനങ്ങൾ, ഒന്ന് പിന്നെ മത്സ്യാസനം, മറ്റൊന്ന് പവനമുക്താസനം, അതോടൊപ്പം തന്നെ സർവാംഗാസനം. ഈ 3 ആസനങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് സംബന്ധിച്ച് ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ഒരു ആസനം ചെയ്യുമ്പോൾ ഒരു 10-20 സെക്കൻഡെങ്കിലും പൊസിഷനിൽ നിൽക്കണം. ഇൻഹേൽ, ബ്രീത്ത് എടുത്തുകൊണ്ടാണ് നമ്മൾ ആസനം ചെയ്യേണ്ടത്. ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്തണം എന്ന് പറയുമ്പോൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്തണം. അതായത് കുംഭകം ചെയ്തുകൊണ്ട് ഉള്ളിൽ ഡയലൂട്ട് ചെയ്തുകൊണ്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളിക്കൊണ്ടാണ് നമ്മൾ ഫിനിഷിലേക്ക് വരേണ്ടത്. ഓക്കെ. അപ്പോൾ പവനമുക്താസനം, സർവാംഗാസനം, അതോടൊപ്പം തന്നെ മത്സ്യാസനം.